അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്താൻ യുഎസ് ഇസ്രയേൽ നീക്കം നടക്കുന്നതായി ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയുള്ള മന്ത്രി ഇസ്മയിൽ ഖത്തീബാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാനെ ദുർബലമാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വീണ്ടും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൻ ജോസ് ഇങ്ങനെ നമ്മുടെ ഡെസ്കിൽ നിന്നും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സജീവമായി പ്രേക്ഷകരിലേക്ക് അന്താരാഷ്ട്ര വാർത്തകളുടെ വിശദാംശങ്ങൾ എത്തിക്കുന്ന ജേർണലിസ്റ്റാണ്. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ ഐസനോട് തേടാം. ഐസൻ, എന്തായാലും വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും ഈ ഇറാന് ഈ രഹസ്യ വിവരം എങ്ങനെയാണ് ലഭിച്ചത്? ഒപ്പം യുഎസ് ഇസ്രയേൽ ആ ഒരു സഖ്യം അവർ പ്രതികരിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായും യുഎസിൻ്റെയും ഇസ്രയേലിൻ്റെയും ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. എങ്കിലും ഒരു സ്ഥിരീകരണമോ പ്രതികരണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാവുന്നതാണ്, ഈ അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തേണ്ട ഒരു നീക്കം നടക്കുന്നു എന്ന ചില സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സൂചനകൾ പല രഹസ്യാന്വേഷണ വിഭാഗങ്ങളും നൽകുന്നതായി പല മാധ്യമങ്ങളും അനൗദ്യോഗികമായെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇസ്മയിൽ ഖത്തീബ് എന്ന് പറയുന്ന അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയൊക്കെ ചുമതലയുള്ള ഒരു മന്ത്രി കൂടിയാണ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ ഐക്യത്തെ തകർക്കുക എന്നൊരു നിലപാടാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി സംഘടനകളാണ് ഈ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ലെബനനിലെ ഹിസ്ബുള്ളയാകട്ടെ, അതുപോലെ തന്നെ ഇസ്രയേലിലെ ഗാസയിലെ ഹമാസ് ആകട്ടെ, അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രദേശങ്ങളിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രോക്സി യുദ്ധങ്ങൾ നടത്തുന്ന സംവിധാനങ്ങൾ, യമനിലെ ഹൂതി വിഭാഗങ്ങൾ, ഇവരെല്ലാം തന്നെ ഇറാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആശയത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്, അതായത് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനകളായി പ്രവർത്തിക്കുക, മിലീഷ്യകളായി പ്രവർത്തിക്കുക, അതിൻ്റെ ആശയത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നത് സ്വാഭാവികമായും ഈ ഖമേനി ആയതുകൊണ്ട് തന്നെ ഖമേനിയെ ഇല്ലാതാക്കിയാൽ ആ ഒരു ആശയത്തിൻ്റെ ഒരു നിലനിൽപ്പ് അത് പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു നീക്കമുണ്ടാകും. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും പശ്ചിമേഷ്യയിലെ സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സമാധാന നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ വധിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ഒരു ആരോപണം മുന്നോട്ട് വരുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു ആരോപണമാണ്. നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രയേലും യുഎസും ചേർന്ന് നടത്തിയത് ജൂണിലാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ പുനർനിർമ്മിക്കുന്നതിന്, സമാധാന ആവശ്യങ്ങൾക്കായി പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇറാന്റെ ഈ ഇത്തരത്തിലുള്ള യാഥാസ്ഥിതിക മനോഭാവമുള്ള ഇസ്ലാമിക നേതൃത്വം നയിക്കുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കുറയ്ക്കുക എന്നത് ആ പ്രദേശത്തെ സമാധാനം നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. എങ്കിൽ കൂടി ഇത്തരത്തിലൊരു നീക്കം നടത്തുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് അമേരിക്കയോ ഇസ്രയേലോ വ്യക്തമായൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. എങ്കിലും അക്കാര്യം പൂർണ്ണമായും ഒരു തള്ളിക്കളയാവുന്ന സാഹചര്യമില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.